ഇന്ന് ഹൈഡ്രോളിക്സിന്റെ ഫസ്റ്റ് സെക്ഷനാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു സബ്ജക്റ്റിനെ കുറച്ച് സ്കോപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഹൈഡ്രോളിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് പറയാം. എന്താണ് ഹൈഡ്രോളിക്സ് വഴി നിങ്ങളുടെ ഒരു ധാരണ എന്തായിരിക്കും ഈ ഹൈഡ്രോളിക്സിൽ നിന്ന് വരിക? എന്തായിരിക്കും? അതുല്യ, ടോണി, ആദിത്യ കേൾക്കുന്നുണ്ടോ? വാട്ടർ റിലേറ്റഡ് സ്റ്റഡീസ്. ഓക്കെ, വാട്ടർ റിലേറ്റഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, നമുക്കിപ്പം ഒരു ഫ്ലൂയിഡിന്റെ മോഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഈ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റഡി നടത്തുന്നത്? അല്ലെ നിങ്ങൾ വീട്ടിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഈ വാട്ടറിന്റെ ആ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്ന വഴി നമുക്ക് എന്തെല്ലാം മെച്ചങ്ങളുണ്ട്? അല്ലെങ്കിൽ അതിന്റെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും ഹൈഡ്രോളിക്സ് ആസ് എ സിവിൽ എഞ്ചിനീയർ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അതിനകത്ത് നമ്മുടെ തന്നെയാണ് റോൾ ഉള്ളത് അല്ലേ? പിന്നെയോ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മൾ വാട്ടർ റിലേറ്റഡ് ഒരു സ്റ്റഡി വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറിഗേഷൻ. ഓക്കെ, ഇറിഗേഷനിലും നമുക്ക് എന്താണ് ഈ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠനങ്ങളുണ്ട്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാറുണ്ട്. അപ്പം സിമ്പിൾ ആയിട്ട് വീട്ടിൽ എന്താണ് ബേസിൽ വീട്ടിൽ എന്തായിരിക്കും നമ്മൾ ഈ വാട്ടർ റിലേറ്റഡ് സ്റ്റഡി കൊണ്ട് ബന്ധം? വെല്ല്. ഓക്കെ, വെൽ ഹൈഡ്രോളിക്സ് ഉണ്ട്. ഓക്കെ, നമ്മളൊക്കെ വീടിന്റെ ടാങ്ക് എവിടെ വെച്ചിട്ടുണ്ടാവുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീടിന്റെ ടാങ്ക്, വാട്ടർ ടാങ്ക് എവിടെയായിരിക്കും? ഏറ്റവും ടോപ്പിലെ പോർഷൻ അല്ലെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് വേണം പറയാം കേട്ടോ. ഏറ്റവും ടോപ്പിലെ പോർഷൻ ആയിരിക്കും അല്ലെ? അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും മേലെ കൊണ്ട് വെച്ചിട്ടുണ്ടാവുക? ടെറസ് അല്ലെങ്കിൽ ഹൈറ്റിൽ. ഓക്കെ, മുകളിൽ. എന്തിനാണ് നമ്മൾ അത് അത്രയും മേലെ കൊണ്ട് വെച്ചിട്ടുണ്ടാവുക? എന്നാൽ മാത്രമേ ഫ്ലോ എളുപ്പമാവാനല്ല, ഫ്ലോ പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫോഴ്സിൽ വെള്ളം താഴേക്ക് വരണം. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് കാരണം അല്ലെ? നമുക്ക് ഇങ്ങനെ വെള്ളം വന്നില്ല, നമ്മളിപ്പം മുറ്റത്താണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു ടാങ്ക് വെക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മോട്ടർ വെച്ചിട്ട് വീട്ടിലെ ബക്കറ്റിലേക്ക് അടിക്കേണ്ടി വരും അല്ലെ? അപ്പം ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഹെഡ് ഇല്ലാണ്ട് തന്നെ നാച്ചുറൽ ഹെഡ് അല്ലെങ്കിൽ അണ്ടർ ഗ്രാവിറ്റി വെള്ളം ഒഴുകി നമ്മുടെ എന്താണ് അടുക്കളയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാ പൈപ്പിലേക്കൊക്കെ വെള്ളം എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ ഈ ഒരു ടാങ്ക് കൊണ്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? ഒരു ഹെഡ് കിട്ടും എന്ന് പറയും. ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഹൈറ്റ് കാരണം കിട്ടുന്ന ആ ഗ്രാവിറ്റി കാരണം ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരാൻ വേണ്ടി അവിടെ ഈക്വൽ ആയിട്ട് പറയുന്നതാണ് ഹെഡ്. ഹെഡിന്റെ ടേംസിലാണ് പറയുന്നത്. ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തിലാണ് എന്നൊന്ന് ഓർക്കാൻ പറ്റുമോ? ഹൈറ്റ്. ഹൈറ്റിന് യൂണിറ്റ് എന്തായിരിക്കും? ഹൈറ്റിന് യൂണിറ്റ് എന്തായിരിക്കും? സ്പീഡാക്കി ടൈപ്പിംഗ് സ്പീഡ് പോരല്ലോ. മീറ്ററിലായിരിക്കും. ഓക്കെ അശ്വന്ത്, കറക്റ്റ് ആണ്. മീറ്ററിലായിരിക്കും നമുക്ക് ഹെഡ് കാണുന്നത്. അതായത് ഉയരം കൂടുന്തോറും നമുക്ക് എന്താണ് വേണ്ട? ഉയരം കൂടുന്തോറും നമുക്ക് ആ ഒരു പ്രഷർ, പൈപ്പിലെ പ്രഷർ കൂടും അല്ലെ? നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ടാങ്ക് കൊണ്ട് വെച്ചതെങ്കിൽ അതനുസരിച്ച് നമുക്ക് പൈപ്പിലേക്ക് കിട്ടുന്ന പ്രഷർ കൂടും. അല്ലെങ്കിൽ ആ ഒരു ഹെഡ് കാരണം അതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഫോഴ്സിൽ വെള്ളം വരും എന്ന് ഓർക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് അല്ലെ? ഇതൊക്കെ ആസ് എ സിവിൽ എഞ്ചിനീയർ നമ്മൾ ഈ ഹൈഡ്രോളിക്സിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കൺസെപ്റ്റുകളല്ലേ നമുക്ക് അറിയാവുന്നത് തന്നെ. അതിന് ആ ഒരു കറക്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു പൈപ്പിൽ കൂടെ വന്ന പ്രഷർ എത്രയാണ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു സീവേജ് അല്ലെ, സീവേജ് നമ്മൾ ഈ ഡ്രെയിനേജ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രെയിനേജിന്റെ ഒക്കെ കേസിൽ എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ആ ബ്ലോക്കിന് എന്താണ് കാരണം എന്ന് അറിയണം. അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലോക്ക് നമ്മൾ സീവേജ് മൊത്തം കുത്തി തുറന്നിട്ടല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയായിരിക്കും? അവിടെ നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ആ ഹെഡ് തന്നെ ഏറ്റവും അവസാനത്തേക്ക് അവൈലബിൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ പല പോയിന്റിലാണ് അല്ലെങ്കിൽ പല ആപ്ലിക്കേഷനാണ് ഈ ഹൈഡ്രോളിക്സിൽ നമുക്ക് ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് പഠിക്കേണ്ടത്. അപ്പം അതൊന്ന് ഓർത്തേക്ക്, ഈ ഹെഡ്, പ്രഷർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ആദ്യം തന്നെ സ്കോപ്പ് ഓഫ് ഹൈഡ്രോളിക്സ് ഇൻ എഞ്ചിനീയറിംഗ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഇതിന്റെ സ്കോപ്പ് എന്ന് നോക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്. എന്താണ് ഡെൻസിറ്റി, എന്താണ് സ്പെസിഫിക് ഹീറ്റ്, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി എന്താണ്,
വിസ്കോസിറ്റി തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഉണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി ഉണ്ട്. ഇതെന്താണ്, കംപ്രസിബിലിറ്റി എന്താണ്, വേപ്പർ പ്രഷർ എന്താണ്, ഇങ്ങനെ ഓരോ ടേംസും. ഇതിനകത്ത് നമ്മൾ കൂടുതൽ ടേംസ് ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പം ഇതുവരെ കേൾക്കാത്ത ആൾക്കാരാണ് നമ്മളിപ്പം അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് പോകുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഡെഫിനിഷൻസും പിന്നെ അതുപോലെ തന്നെ പ്രഷർ കണ്ടുപിടിക്കുന്നു, എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ, എങ്ങനെയാണ് ഓരോ സ്ഥലത്തെയും അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ളത്. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊക്കെ ഒന്ന് ഓർത്താൽ മതി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പറഞ്ഞേ, സ്റ്റാർട്ട് ചെയ്യുമല്ലേ? ജസ്റ്റ് ഇത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ കുറച്ചെണ്ണമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ മൊഡ്യൂള് അല്ലെങ്കിൽ ഈ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് സ്പീഡായി പോകുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ അതിന്റെ ഇടയ്ക്കാണെങ്കിലും ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മള് ഇപ്പം ഈ ഹൈഡ്രോളിക്സിന്റെ തന്നെ ഒരു ഇതാണ്, സ്റ്റഡി തന്നെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പം ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഒരു ഫ്ലൂയിഡ് എന്ന് മനസ്സിലാക്കണം. എന്താണ് ഫ്ലൂയിഡ് എന്ന് പറയുമോ ആരെങ്കിലും? ആരോട് ചോദിക്കാം? ബേസിൽ അൺമ്യൂട്ട് ചെയ്യോ? ബേസിൽ കേൾക്കാവോ? ഇച്ചിരി ഒച്ച പറഞ്ഞു, എനിക്ക് കേൾക്കുന്നില്ല. എന്താണ്? ഓക്കെ, എന്താണ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ? ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ അതായത് ഒഴുകി പോകുന്ന ഐറ്റംസ്, അതായത് വാട്ടർ, ഓയില്, അതേപോലത്തെ ഐറ്റംസിനൊക്കെ ഫ്ലൂയിഡ്. അതായത് എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുമ്പോൾ വാട്ടർ ഒരു ഫ്ലൂയിഡ് ആണ്, അതിന് ഒഴുകാം ഇല്ലേ. പിന്നെ അതേപോലെ തന്നെ ഒരു ഫ്ലൂയിഡ് ആണ് ഗ്യാസ്. എല്ലാ ഗ്യാസും എന്ത് തന്നെയാണ്? ഫ്ലൂയിഡ് ആണ്. കാരണം അതിന് ഒരു ഒഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അത് എപ്പോഴും ഒക്യുപ്പൈ ചെയ്യുന്നത് ആ ഒരു കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം. അങ്ങനെ എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ, അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഫ്ലൂയിഡ് മെക്കാനിക്സ്, സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആസ് വെൽ ആസ് ഇൻ മോഷൻ. നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ നിൽക്കുന്ന ആ ഒരു ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്: ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആൻഡ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അപ്പം ഓരോന്നും എന്തായിരിക്കും? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അത് നിശ്ചലാവസ്ഥ നിൽക്കുന്ന, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്, ആ ഒരു ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പഠനമായിരിക്കും എന്ത്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. നോട്ട് ചെയ്തേക്കണേ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്, അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് ആയിരിക്കും എന്തിൽ വരിക? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ വരിക. സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത്തത് എന്താണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സും എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സും? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ? ബാസിം കേൾക്കുന്നുണ്ടോ? കൈനമാറ്റിക്സും ഡൈനാമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒരു വ്യത്യാസം ഉണ്ടോ? സ്പെല്ലിംഗ് അല്ലാണ്ട് ഒഴുകുന്നതിന്റെ സ്പീഡ് അതല്ല, വേറൊരു കാരണമാണ്. വേറെ ആരോ ചോദിക്കാം? വേറെ ആരെങ്കിലും? നമ്മള് മെക്കാനിക്സ് പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നല്ലോ കൈനമാറ്റിക്സും ഡൈനാമിക്സും, ഓർമ്മയുണ്ടോ? ഇല്ല? ഓക്കെ, ഇത്രേ ഉള്ളൂ. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ബാസിം പറഞ്ഞ പോലെ തന്നെ ഒഴുകുന്ന ആ ഒരു വസ്തുവിന്റെ സ്റ്റഡിയാണ് ഡൈനാമിക്സും കൈനമാറ്റിക്സും. അപ്പം ഡൈനാമിക്സും കൈനമാറ്റിക്സും ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കൈനമാറ്റിക്സിൽ നമ്മൾ ഈ ഒഴുകുന്ന വസ്തുവിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, അതിന് കാരണമായ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അതായത് ജസ്റ്റ് നമ്മൾ ആ ഫ്ലൂയിഡിന്റെ സ്റ്റഡി മാത്രമേ നടത്തുന്നുള്ളൂ. അത് എന്ത് കാരണത്താലാണ് ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഒറിജിനേറ്റ് ചെയ്തത്? കൂടുതലായിട്ടും ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു പൈപ്പിൽ കൂടെ ഫ്ലോ നടക്കണമെങ്കിൽ എന്ത് വ്യത്യാസം വരണം? ഒരു പ്രഷർ വേരിയേഷൻ വരണം. അപ്പൊ കൂടുതലായിട്ടും ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ പറയാറുള്ളത് ആ പ്രഷറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് എന്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ? എന്താണ്, അല്ലെങ്കിൽ ആ ഒരു മോഷനിൽ ഇരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്.
എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്? ഡൈനാമിക്സിലാകുമ്പോഴത്തേക്കും ഈ മോഷനിൽ ഇരിക്കുന്ന ഫ്ലൂയിഡിനെ കുറിച്ചും പഠിക്കും, അതുപോലെ തന്നെ അതിന് കാരണമായ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രഷറിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക, എന്താണ് കൈനമാറ്റിക്സ്, എന്താണ് ഡൈനാമിക്സ്. അപ്പം ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആൻഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഇനി ഏത് സമയത്ത് ചോദിച്ചാലും ഈ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണേ, ചോദിക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് പോവാം. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഒരു എന്താണ് ഹൈഡ്രോളിക്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ സ്കോപ്പ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? നമുക്ക് ഹെഡ് നോക്കണം, പ്രഷർ നോക്കണം, വേരിയേഷൻ നോക്കണം, ഇറിഗേഷൻ കനാലൊക്കെ അലൈൻ ചെയ്യാൻ നേരത്തും ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫ്ലോ എന്താണ് സാധ്യമാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു സ്ലോപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് അതിനകത്ത് എത്രമാത്രം പ്രഷർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ഇതിനകത്തേക്ക് കൊടുക്കുന്ന ആ ഒരു ത്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രയാണ് എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്താൽ മാത്രമേ സേഫ് ആയിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണേ വീഡിയോ ഓഫ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് മാസ്ക് ഇട്ടിരിക്കുന്നത്, നീ പുറത്താണോ? ആരും ഓണാക്കി ഞാൻ പറഞ്ഞു. ഓക്കെ, കേൾക്കുന്നില്ല? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാട്ടോ, കുഴപ്പമില്ല, ബോറടിക്കരുത്. അപ്പം ആ സ്കോപ്പ് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് ടോണിയാണ് ഇപ്പം വീഡിയോ ഓൺ ചെയ്തേ. എന്താ ടോണി പരിപാടി? പുറത്ത് മെസ്സേജ് അയച്ചു, അപ്പത്തേക്ക് നമുക്ക് വായിക്കാം, ടൈപ്പ് ചെയ്തോട്ടോ. അടുത്തത് നമുക്കിപ്പം ബേസിക് ആയിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ഈ മാറ്ററിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, സോളിഡും ഫ്ലൂയിഡും. അപ്പം ഒരു വസ്തു അതിന് അതിൻ്റെതായ ഷേപ്പും ഡയമെൻഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു വോളിയം അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻ ഒന്നും ഇല്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡിലാണ് എന്തൊക്കെ വരുന്നത്? ലിക്വിഡും ഗ്യാസും വരുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ടും ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ കഴിഞ്ഞ സെമ്മില് പഠിച്ച തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന് മറ്റൊരു പേരാണ് സോളിഡ് മെക്കാനിക്സ്. ഈ സോളിഡിനെ കുറിച്ചുള്ള ഈ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സോളിഡ് മെക്കാനിക്സിലാണ് വരുന്നത്. അപ്പം അതെന്താണ്? ആ ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഡയമെൻഷനും ഒക്കെ ഉള്ള ആ ഒരു വസ്തുവിന്റെ പഠനമായിരുന്നു സോളിഡ് മെക്കാനിക്സിൽ പഠിച്ചത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എന്തായിരുന്നു? നമ്മൾ ലിക്വിഡ്, ഗ്യാസ്, ഇങ്ങനത്തെ ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒക്കെ ഓർക്കണം പറ്റും. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ചെറിയ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട് അല്ലെ? ആ ഒരു ഡെഫിനിഷൻസ് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പം ഇത് പുതിയതായിട്ടില്ല, കൂടുതലും കേട്ട് പരിചയമൊക്കെയുള്ളതായിരിക്കും, എന്നാലും നമ്മളൊന്ന് ദൃഢപ്പെടുത്തി പോവാണ്. ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഡെൻസിറ്റി? ആരോടാ ചോദിക്കുക? മുഹമ്മദ് ബഷീർ. നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താ തോന്നിയെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. മുഹമ്മദ് ബഷീർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഡെൻസിറ്റി അറിയില്ല സാർ. സാന്ദ്രത എന്താ? അത് അതായത് മേലേക്ക് പോകാനുള്ള സാന്ദ്രത കുറഞ്ഞ പിന്നെ പറഞ്ഞു നോക്കാത്തത്. ജസ്റ്റ് ഡെൻസിറ്റിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ അത് ഡെഫിനിഷൻ ഒന്നും അറിയത്തില്ല. പോട്ടെ, നമ്മളിപ്പോ അത് പഠിക്കാൻ പോവാണ് അല്ലെ? ഇനി അടുത്തത് അശ്വന്ത്. പറഞ്ഞോ, എന്താണ് ഡെൻസിറ്റി? പറഞ്ഞേക്കുന്നത് കറക്റ്റാ? മാസ് ബൈ വോളിയം. ഓക്കെ, ഒരു ഗിവൺ വോളിയത്തില് എത്രയാണ് അതിന്റെ ഭാരം അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ മാസ്, അതാണ് എന്ത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അതിനെ നമ്മൾ മാസ് ഡെൻസിറ്റി എന്നും പറയാറുണ്ട്. ഇപ്പൊ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സിമ്പിൾ ഡെൻസിറ്റി എന്ന് വെച്ചാല് അതിന്റെ മാസ് ബൈ ആ ഒരു ഫ്ലൂയിഡിന്റെ വോളിയം, എത്ര വോളിയം എത്ര മാസ്. അപ്പം അത് പല ഫ്ലൂയിഡിനും പലതായിരിക്കും. നമ്മളിപ്പോ ഈ ഒരു സോളിഡിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ കൂടുതൽ ഡെൻസിറ്റി ഉള്ള വസ്തുക്കളും ഉണ്ടാവാം, കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള വസ്തുക്കളും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇപ്പോ വോളിയം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ഡെൻസിറ്റി എന്താ സംഭവിക്കുക? കൂടുവോ കുറയുവോ? ഞാൻ പറയുന്നത് കൃത്യമായി ആലോചിക്കുക. വോളിയം കൂടുവാണെങ്കിൽ ഡെൻസിറ്റിക്ക് എന്തായിരിക്കും വരിക? ഡെൻസിറ്റി കുറയും. ഓക്കെ, കറക്റ്റ്. വോളിയം കൂടുവാണെങ്കിൽ ഡെൻസിറ്റി കുറയും അല്ലെ?
അപ്പൊ നമ്മളിപ്പം പറയാറുണ്ട് കൂടുവല്ല കുറയുമല്ലേ, കാരണം വോളിയം കൂടി മാസ് ബൈ വോളിയം അല്ലേ. അപ്പം വോളിയം കൂടുവാണെങ്കിൽ ഡെൻസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പൊ നമ്മളിപ്പം ഐസ് ആണോ വാട്ടർ ആണോ കൂടുതൽ വോളിയം ഒക്കെ ഇപ്പൊ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു ബോട്ടിലിനകത്തൊക്കെ നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞ് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഐസായി കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്ന, കുറച്ചും കൂടെ വലിപ്പം വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കുപ്പി നിറച്ച് വെള്ളം വെച്ച് നമ്മൾ അത് ഐസാക്കാൻ വെക്കുവാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു ചെറിയ വോളിയം ചേഞ്ച് വരുന്നുണ്ട്. അത് കൂടുവാണോ കുറയുവാണോ? ഐസിനാണോ വാട്ടറിനാണോ കൂടുതൽ വോളിയം? വാട്ടറിനാണ് കൂടുതൽ വോളിയം, തെറ്റില്ലേ? ഐസിനാണോ വാട്ടറിനാണോ കൂടുതൽ വോളിയം എന്നാണ് ഞാൻ ചോദിച്ചത്. ഐസിനാണ് അല്ലെ? ഐസിന് വോളിയം കൂടും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചു, ഫ്രീസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ടിൽ പൊട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഐസിനാണ് കൂടുതൽ വോളിയം അല്ലെ? അപ്പം ഐസ്, അതായത് ഒരു സെയിം മാസ് ഉള്ള ഐസും വാട്ടറും എടുത്തു കഴിയുമ്പോഴത്തേക്കും ഐസിനാണ് കൂടുതൽ വോളിയം. അങ്ങനെയാണെങ്കിൽ ഐസിനായിരിക്കും കുറഞ്ഞ ഡെൻസിറ്റി. ഓർക്കാൻ പറ്റുമോ? വാട്ടറിനാണോ ഐസിനാണോ കൂടുതൽ ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞേ, മനസ്സിലായില്ലേ? അതായത് ആ സാധനം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ വോളിയം കൂടി, പക്ഷെ മാസിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഐസ് വാട്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡെൻസിറ്റി കുറയും അല്ലെ? അതായത് വാട്ടറിനാണ് ഐസിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇടുവാണെങ്കിൽ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഐസ് ക്യൂബ് വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്കും ഐസ് ക്യൂബ് മേലെയാണ് നിൽക്കാറ്, താഴെ പോയി കിടക്കുന്നുണ്ടോ? അപ്പൊ അത് ജസ്റ്റ് ഈ ഡെൻസിറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ ജസ്റ്റ് ഓർത്താൽ മതി, മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അതിന്റെ ആപ്ലിക്കേഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾ അതിനകത്തേക്ക് പോകേണ്ട, ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഒന്ന് നോക്കിയെന്നുള്ളൂ. കേൾക്കുക. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഓർത്തോളം ഇറ്റ് ഈസ് മാസ് ബൈ വോളിയം ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമും വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്തിന്റെ യൂണിറ്റ്? ഡെൻസിറ്റിന്റെ യൂണിറ്റ്. ഇനി നമുക്കൊരു വസ്തുവിന്റെ മാസ് തന്നിട്ടുണ്ട്, അതിന്റെ വോളിയം തന്നിട്ടുണ്ട്. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി ഫ്ലൂയിഡ്. അതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്? വാട്ടർ. ഈ വാട്ടറിന്റെ ഡെൻസിറ്റി ഇൻ രണ്ട് യൂണിറ്റിൽ നമ്മൾ ഈ വാട്ടറിന്റെ ഡെൻസിറ്റിയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 gram per centimeter ക്യൂബും, ഒരു സെക്കൻഡ്, അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 gram per centimeter, ഒരു സെന്റിമീറ്റർ ക്യൂബിൽ 1 gram ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി. അല്ലെങ്കിൽ ഒന്ന് ഓർത്തോളാം, ഒരു മീറ്റർ ക്യൂബാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത്രയും മീറ്റർ ക്യൂബിൽ, ഒരു മീറ്റർ ക്യൂബിൽ 1000 കിലോഗ്രാം ഉണ്ടാവും. അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിട്ട് നമ്മൾ പറയുന്നത് 2 യൂണിറ്റ് പറയുന്ന ആ 2 വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനില് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് വന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കണം? 1 ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ടാണ് ഞാനത് പിന്നെയും പറയുന്നത്. വാട്ടറിന്റെ യൂണിറ്റ്, വാട്ടറിന്റെ ഡെൻസിറ്റിന്റെ യൂണിറ്റ്. നെക്സ്റ്റ് വൺ, ഇപ്പൊ നമ്മള് ഡെൻസിറ്റി പഠിച്ചു. ഈ ഡെൻസിറ്റി പോലെ തന്നെയുള്ളതാണ് സ്പെസിഫിക് വെയിറ്റ്, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയും. എന്തായിരിക്കും അതിന്റെ വ്യത്യാസം? ആരാ പറയാ? ഓക്കെ, അലീന തോമസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞു. എന്താണ് സ്പെസിഫിക് വെയിറ്റ്? എന്തായിരിക്കും? എന്തായിരിക്കും? ഹോസ്പിറ്റലിലാ. അവിടെ ഹോസ്പിറ്റലിൽ കുറെ പേരുണ്ടോ പഠിക്കാൻ കൂടെ? പഠിക്കാനല്ല, ഇവിടെ ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പോയതായിരുന്നു. കണ്ടേ കൊണ്ട് വിളിച്ചു. ഓക്കെ, അടുത്തത് എന്നാ പിന്നെ ബിയ പറഞ്ഞു. സർ, വെയിറ്റ് പെർ വോളിയം. ഓക്കെ, നേരത്തെ നമ്മൾ മാസ് പെർ യൂണിറ്റ് വോളിയം ആയിരുന്നു നോക്കിയത്. ഇവിടെ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ് എന്ത്? വെയിറ്റ് ഡെൻസിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് ഓർത്താൽ ഇറ്റ് ഇസ് റേഷ്യോ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ യൂണിറ്റ് ഒരു ഫോഴ്സ് അല്ലേ? അപ്പം
വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആയതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. നേരത്തെ എത്രയായിരുന്നു? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പിന്നെ ഇവിടെ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഇൻറ്റു വോളിയം ഓഫ് ദി ഫ്ലൂയിഡ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഡെൻസിറ്റിയും സ്പെസിഫിക് വെയിറ്റും തമ്മിലുള്ള ഒരു റിലേഷനും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഡെൻസിറ്റിയും സ്പെസിഫിക് വെയിറ്റും തമ്മിൽ. അതായത് നേരത്തെ ഒന്ന് ആലോചിച്ചോ, നിങ്ങളൊന്ന് കയ്യിലൊന്ന് വേണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ടിലൊന്ന് എഴുതി നോക്കുക. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം. സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം. മാസും വെയിറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എം ആണ് നമുക്ക് ഒരു ഗിവൺ മെറ്റീരിയലിന്റെ മാസ് എങ്കിൽ അതിന്റെ വെയിറ്റ് ഡബ്ല്യു എന്തായിരിക്കും? ജസ്ലിൻ കേൾക്കുന്നുണ്ടോ? ഹലോ സാർ. പറഞ്ഞോ. എന്തായിരിക്കും? മാസിൽ നിന്ന് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സാർ പറഞ്ഞോ. മാസ് തന്നിട്ടുണ്ട്, വെയിറ്റ് കണ്ടുപിടിക്കണം. അറിയില്ല സാർ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, ആർക്കാ പറയാൻ പറ്റുക? mg എന്ന് കേട്ടിട്ടുണ്ടോ? സാർ. ആ ജി എന്താ? ഓക്കെ, അശ്വന്ത് പറഞ്ഞു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ? അപ്പൊ ഇത്ര ഓർത്താൽ മതി. നമ്മൾ ശരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പം ഒരു ബോഡിയുടെ വെയിറ്റ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് ജി അല്ലെ? അപ്പം എർത്ത് അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഇന്റൻസിറ്റി, അതിനാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ മാസിന്റെ ആക്സിലറേഷൻ തന്നെ, പക്ഷെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണോ? റെഡി? ഇനി മറന്നു പോകരുത്. അപ്പം നമുക്ക് ജസ്റ്റ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് എങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ പോരെ? ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എൻ്റെ കയ്യിൽ ഇപ്പം എഴുതാൻ ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. എന്നാലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ എല്ലാവർക്കും? ഒരു ഓക്കെ പറയുമോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ? ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം. റെഡിയാണോ? വൺസ് മോർ. ഓക്കെ, ജസ്റ്റ് ഓർക്കുക, നമുക്കിപ്പം എന്ത് കിട്ടിയിട്ടുണ്ട്? ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലെ? ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. വെയിറ്റ് ബൈ വോളിയം ആണ് എന്ത്? സ്പെസിഫിക് വെയിറ്റ്. വെയിറ്റ് ബൈ വോളിയം. അപ്പൊ നമുക്ക് ഒരു വസ്തുവിന് ഇത്രയാണ് ഭാരമെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് W is equal to M into G. M into G ആണ് എന്ത്? ഒരു വസ്തുവിന്റെ വെയിറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അപ്പം W is equal to നല്ല പണിയാണ്, M into G. ഓക്കെ, അപ്പൊ മാസ് ബൈ വോളിയം ആണ്. നമുക്കിപ്പോ ആദ്യം ഡെൻസിറ്റിനെ ഞാൻ ഡി എന്ന് റോ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൻസിറ്റിനെ നമ്മൾ റോ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റോ എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് അല്ലാട്ടോ, റോ ആണത്, മാസ് ബൈ വോളിയം. ഓക്കെ, ഇനി ഡെൻസിറ്റിനെ നമ്മൾ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സ്പെസിഫിക് വെയിറ്റ് സ്മോളസ് ആണ്, എഴുതിയപ്പോൾ വലുതായി പോയതാണ്. എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് ബൈ വോളിയം. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് കൊടുത്തൂടെ? വെയിറ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു ജി അല്ലേ? അപ്പൊ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു എം. നിങ്ങൾ ആ ബുക്കിൽ ഒന്ന് എഴുതുവാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ എന്ത് കഷ്ടപ്പെടണം? എം ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ വി. ഈ എം ബൈ വി എന്ന് പറയുന്നത് എന്താണ്? എം ബൈ വി എന്ന് പറയുന്നത് എന്താണ്? അഭിനവ് അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറഞ്ഞു. എം ബൈ വി എന്ന് പറയുന്നത് എന്താണ് സാർ? എം ബൈ വിയോ? എം ബൈ വി ഇത് ഡെൻസിറ്റി. ഡെൻസിറ്റി റോ അല്ലേ? അപ്പൊ നമുക്ക് ഈ എം ബൈ വിക്ക് വരെ എന്ത് എഴുതാൻ പറ്റും? റോ. റോ എന്ന് എഴുതാം. റോ എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ആണ് എന്ന് ഓർക്കണേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. കിട്ടിയോ?
കിട്ടിയോ? ഞാൻ പറഞ്ഞേ കിട്ടിയോ? ഒരാളും മിണ്ടുന്നില്ല. ഓക്കെ, റെഡി. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയാണ് സംഭവം, സിമ്പിൾ ആണ്, ഓർത്താൽ മതി. വെയിറ്റ് എന്ന് പറയുന്നത് m×g ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? S is equal to m/v, അല്ല വെയിറ്റ് ബൈ വോളിയം. അപ്പൊ ഈ വെയിറ്റ് നമ്മൾ mg കൊടുക്കുന്നു, m/v എന്ന് പറയുന്നത് g ആവുന്നു, സിമ്പിൾ ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പം ഇവിടെ വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ പഠിച്ചു. എത്രയാണ് വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്? 1000 kg/m³. ഓക്കെ, ഇതിനെ ഇൻറ്റു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടറിന്റെ ഡെൻസിറ്റി കിട്ടും, അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടും. ഓക്കെ, വാട്ടറിന്റെ ഡെൻസിറ്റി അല്ല, സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ കേട്ടോ. വാട്ടർ ഡെൻസിറ്റി അല്ല, സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ, സ്മോൾ w. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 1000 kg/m³ ഇൻറ്റു g ചെയ്യാം. g എന്ന് പറയുന്നത് എത്രയാണ്? 9.8 ആണ്. ഓക്കെ, കോമഡി ആവുന്നുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1000 ഇൻറ്റു 9.8. നിങ്ങൾക്ക് ടച്ച് സ്ക്രീനിൽ എഴുതുന്നതിനേക്കാൾ എളുപ്പം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9.8. ഈ 1000 ഉള്ളത് കൊണ്ടാണ് എന്താവുന്നത്? കിലോ വന്നത്. അപ്പൊ 9.8 kN/m³, അല്ലെങ്കിൽ 9800 Nm/m³. ഇതാണ് എന്ത്? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, സ്പെസിഫിക് വെയിറ്റ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുക. രണ്ടും തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ചോദിക്കാം, എന്നിട്ട് നമുക്ക് വേണം മുന്നോട്ട് പോവാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ 2 പ്രോപ്പർട്ടി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളിനി പരീക്ഷ നടത്താൻ നേരത്തായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ അല്ലേ. അപ്പൊ എല്ലാവരോടും എനിക്ക് ചോദിക്കാനൊന്നും പറ്റില്ല, എന്നാലും പരമാവധി അറ്റൻറ്റീവ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക. കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം വെറുപ്പിക്കുന്നില്ല. നമുക്ക് ഇന്ന് ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് നിർത്താം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്താക്കുക, കൃത്യമായിട്ട് നോട്ടൊന്നും ഉണ്ടാക്കുക, സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചേക്കുക. ഓക്കെ, ഇനിയും കുറച്ച് പേര് ക്ലാസ് കയറാനൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഒന്ന് പറയാം ക്ലാസ് കയറുക. അധികം നേരമൊന്നുമില്ല, കുറച്ച് നേരമല്ലേ പറയുന്നുള്ളൂ. അപ്പം സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് എടുക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ സിമ്പിളായിട്ട് ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. കുറച്ച് നേരം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഷെഡ്യൂൾ ക്ലാസ് എടുത്ത് തരുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് കൂടുതൽ ബാക്കി പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പം ഇന്ന് ഞാൻ ഗ്രൂപ്പിലിട്ടേക്കുന്ന ലിങ്ക് തന്നെ ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, റെഗുലർ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. പുതിയൊരു സെമ്മാണ്, നല്ലൊരു വർഷമാവട്ടെ. നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പരമാവധി ക്ലാസ് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അപ്പം അത് മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.